ഹായ്, ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. നോക്കിയാട്ടെ, ഗേറ്റ് അടച്ചു. അങ്ങനെ എത്തിയ പാട് തന്നെ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവൻ ഇറങ്ങിയ പാട് തന്നെ വഴിപാട് ജലധാരയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നേരെ ബീച്ചിലേക്ക് ഓട്ടമായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ടെക്സിയുടെ ഈ സന്തോഷം കണ്ടപ്പോഴേ എനിക്ക് വളരെ സന്തോഷമായി. എന്നുവെച്ചാൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇവൻ ലൈഫിൽ. ഇത്രയും ഹാപ്പി ആയിട്ട് ഇവനെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണ ബീച്ചിൽ പോയപ്പോൾ വെള്ളത്തിലിറങ്ങാനെല്ലാം ഭയങ്കര മടിയായിരുന്നു ഇവന്. പക്ഷേ ഇത്തവണ പോയ പാട് തന്നെ ബീച്ചിൽ ഓട്ടമായിരുന്നു. അതിനിടയിൽ ലൂണയെന്തോ നിധി കണ്ടുപിടിച്ച പോലെ മാന്തി പൊളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവരെ കളി കണ്ടോ. നിങ്ങളും ഒരു പെറ്റ് പാരൻ്റ് ആണെങ്കിൽ വല്ലപ്പോഴും നിങ്ങളെ പെറ്റിനെയും കൊണ്ട് ഇതുപോലെ ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോകുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരെ സന്തോഷമല്ലേ ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പെറ്റാണ് നിങ്ങളതെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. അല്ലേ ഇങ്ങ് വാന്ന് വിളിക്കുമ്പം അങ്ങോട്ട് പോകുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ കൊണ്ടുപോകാത്തതാണ് നല്ലത്. ഇവർ ആരുമായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ബീച്ചിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം തിരക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഫുൾ ഫ്രീ ആയിട്ടാണ് അവരോടിക്കളിച്ചത്. ടെക്സിൻ്റെ ഓട്ടം കണ്ടോ. അങ്ങനെ ഓട്ടവും ചാട്ടവും നീന്തലും ഒക്കെ ആയിട്ട് ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു അവർ. വേറൊരാളും കൂടി ഉണ്ട് കൂടെ വന്നത്. അവൻ കാർന്ന് പോലും പുറത്തിറങ്ങിയിട്ടില്ല. അവനെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇവരെ കൂടെ തന്നെ എൻ്റെ പിള്ളേരും നല്ല കളി തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ മേത്തൊരു തുള്ളി വെള്ളം ആവരുത്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞവരൊക്കെ തിരിച്ചു പോകുമ്പം നനഞ്ഞ് പിണ്ടിയായിട്ടാണ് തിരിച്ചു വന്നത്. മോളെ കണ്ടില്ലേ, അവൾ ഫുൾ നനഞ്ഞ് കുളിച്ച് പുതർന്നിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. ഈ കടലിൽ കളിക്കുന്നത് കൊണ്ട് ഡോഗ്സിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുമോ എന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ തവണ ബീച്ചിൽ പോയി വന്നതിന് ശേഷം ലൂണക്ക് കുറച്ച് ഷ്രെഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താ ഇവനെ കണ്ടോ. ഇവന് ഞാൻ ഈ ബീച്ചിലൊന്നും ഇറങ്ങില്ല, ഈ ചളിയും മണ്ണും പൊടിയും ഒന്നും എനിക്ക് പറ്റില്ല എന്നുള്ള തരത്തിലായിരുന്നു ഇവൻ്റെ നടത്തം. അങ്ങനെ മോള് കുറച്ച് നേരം അവിടെ ഗോപുരമൊക്കെ പണിത് കളിച്ചിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോഴും ഞങ്ങൾക്കിത് തന്നെ ഗതി. ഇപ്പോഴും ഗേറ്റ് പൂട്ടിയിട്ടാണുള്ളത്. അപ്പോൾ ബായ്.